കണ്ടിട്ട്. വന്ന് കയറിയത് ഒരു ദുരന്തം നടന്ന സമയത്തായി പോയല്ലോ മോളെ. ഇല്ല, ഞാൻ അറിഞ്ഞിട്ടാ വരുന്നേ അമ്മ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായി പോയി. എന്റെ ഹസ്ബൻഡാ, കിരണൻ ടീച്ചർ തന്നെയാ. നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ മോള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. ഞങ്ങള് പരിചയപ്പെട്ട നാള് മുതൽ ദുർഗ ഇതൊക്കെ പറയാറുണ്ട്, ഇവിടുത്തെ അച്ഛനെയും അമ്മയും കുറിച്ചൊക്കെ. രാധിക എവിടെ അമ്മ? അകത്തുണ്ട്. സത്യം പറഞ്ഞ അവളുടെ അടുത്തേക്ക് പോവാൻ തന്നെ പേടിയാ. മോളുടെ കളിക്കൂട്ടുകാരിയല്ലേ, ഒന്ന് അടുത്ത് ചെന്ന് ആശ്വസിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. അങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞൊന്ന് സമാധാനിച്ചോട്ടെ. ഞാൻ സംസാരിച്ചോളാം. സന്തോഷത്തിന്റെ കൊടുമുടിയിലായിരുന്നു അവള്. പക്ഷെ പറഞ്ഞിട്ടുണ്ടാ, എല്ലാം കൂടെ താഴെ വീണു. കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേ? കാണാതായിട്ട് ദിവസം എത്രയായി? മരിച്ചു എന്നറിഞ്ഞിട്ട് നേരെ എത്രയായി? പോലീസുകാർ അന്വേഷിക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. എവിടെ? ഇനി കുറെ കാലം കഴിയുമ്പോ തെളിവില്ല, ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിത്തള്ളു. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനൊന്നുമില്ല. പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കും. ശ്യാമ മേഡത്തിന് എന്ത് സംഭവിച്ചാലും അത് കണ്ടെത്തുകയും ചെയ്യും. എവിടെ? ഞാൻ കണ്ടില്ല. അയാൾ അകത്ത് തന്നെയുണ്ട്. തിരുമേനിയെ പരിചയപ്പെടുത്തി. ദേവനാരായണൻ തിരുമേനിയുടെ കുടുംബത്തെക്കുറിച്ച് താൻ പറഞ്ഞൊന്നും കൂടുതലല്ല. എത്ര നല്ല മനുഷ്യനാ. അടുത്തിരുന്ന് സംസാരിക്കുമ്പോ ഏതോ പുണ്യസ്ഥലത്തെത്തിയ പോലെ ഒരു തോന്നൽ. കിരൺ, നമുക്ക് നമ്മുടെ ജോലി തുടങ്ങിയേ പറ്റൂ. രാധികയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോ അന്വേഷണം എത്രയും പെട്ടെന്ന് നടക്കും, എല്ലാവരെയും പിടികൂടുമെന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയി. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ എന്തൊക്കെയാ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ശ്യാമ മേഡത്തിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണം. പ്രത്യേകിച്ച് മിസ്സിംഗ് ആവുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലെ സംഭവങ്ങൾ, മിസ്സിംഗിന് ശേഷമുള്ള കാര്യങ്ങൾ. രാധികയോട് ചോദിക്കാനാണോ? ഈ കണ്ടീഷനിൽ അവളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. മാത്രമല്ല, അമ്മയായുള്ള നിമിഷങ്ങളെ കുറിച്ച് നമ്മുടെ ചോദ്യം അവളെ വല്ലാതെ കരയിപ്പിക്കും. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ നമ്മുടെ മുന്നില് ഇപ്പോ ഉള്ള ചോയ്സ് വരുണിനോട് തന്നെ ചോദിക്കാം. വരുണിന് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തതയുള്ള ആളാ. സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. ഇതിപ്പോ ഒരു കുടുംബ ബന്ധുക്കള് സാധാരണയായിട്ട് ചോദിച്ചു പോകാറുള്ള ചോദ്യങ്ങള്. ആ നിലയ്ക്കായിരിക്കണം വരുണിനോടുള്ള നമ്മുടെ ചോദ്യങ്ങൾ. ഓക്കെ, നമുക്ക് ചോദിക്കാം. ദുർഗ, വരുൺ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ വരുണിന്റെ ചെറിയച്ഛനും കുടുംബത്തിനും വരുണിനോടും രാധികയോടുമാണ് പകയും വൈരാഗ്യവും. യെസ്, കണിമംഗലം അയാള് തിരിച്ചു പിടിച്ചപ്പോഴും അയാള് വെച്ച ഡിമാൻഡിന്റെ അർത്ഥം അതായിരുന്നല്ലോ. രാധികയോട് ചന്ദ്രശേഖരന് വ്യക്തമായ വിരോധം ഉണ്ടായിരുന്നതുകൊണ്ട് ആ വിരോധം രാധികയുടെ അമ്മയോട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചന്ദ്രശേഖരന് ശ്യാമ മേഡവുമായി പ്രശ്നമൊന്നും ഇല്ലെന്ന് വരുൺ പറഞ്ഞു. പക്ഷെ അത് അയാളുടെ നല്ല മനസ്സിന്റെ തോന്നല് മാത്രം. ആക്ച്വലി സംഭവിച്ചിരിക്കാൻ എന്താ സാധ്യത? വളഞ്ഞ വഴിയിലൂടെ അയാള് കണിമംഗലം പിടിച്ചടക്കുന്നു. അവിടെ നിന്ന് എന്നേക്കുമായി രാധികയും വരുണിനെയും പുറത്താക്കുന്നു. സ്വാഭാവികമായും അവര് പ്രതീക്ഷിക്കുന്നത് വരുണിന്റെ തകർച്ചയാണ്. എക്സാക്ട്ലി. ഇനി ചന്ദ്രശേഖരൻ ഇതിന്റെ ഭാഗമല്ലെങ്കിൽ കാലം കുറയായി ശ്യാമ മേഡത്തിന്റെ സ്വത്ത് മോഹിച്ചിരുന്ന ഐശ്വര്യ എവിടെയോ മറഞ്ഞിരുന്ന് അവരുടെ കൂർമ്മ ബുദ്ധി പ്രവർത്തിച്ചതുമായിരിക്കാം. ഐശ്വര്യ ഇപ്പൊ നമ്മുടെ മുമ്പിലില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തൽക്കാലം ചന്ദ്രശേഖരന് പുറകെ ഒന്ന് സഞ്ചരിക്കാം.
ദുർഗമോള. മോളെ പറഞ്ഞോ. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങള് ശ്യാമാമേടം നടത്തിയിരുന്ന സ്കൂളിന്റെ തൊട്ടടുത്തുള്ള കുറച്ച് ആളുകളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. അക്ഷര കൂടെ ഉണ്ട്. ചന്ദ്രശേഖരൻ, കണിമംഗലം ചന്ദ്രശേഖരൻ, വരുണിന്റെ ചെറിയച്ഛൻ. ശ്യാമ മേഡത്തിന്റെ മരണത്തിന് ശേഷമുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്കൊന്നറിയണം. ശരി, ഓക്കെ മോളെ. നിങ്ങൾ അല്പം മാറി അവരെ വാച്ച് ചെയ്യുന്നതാണ് നല്ലത്. അക്ഷരയും അഖിലും പോട്ടെ. എല്ലാം പറഞ്ഞ പോലെ ചെയ്യാം മോളെ. ഓക്കെ.